എരുമേലിയിൽ നിന്നും ശബരിമലയ്ക്ക് 2-ാം ദിവസത്തെ യാത്ര. അത് പുതുശ്ശേരിയിൽ ഞങ്ങൾ 1-ാം ദിവസം വന്ന് കിടന്ന് പുതുശ്ശേരിയിൽ നിന്നും സന്നിധാനം വരെയുള്ള യാത്രയാണ്. പുതുശ്ശേരിയിൽ നിന്നും കരിമല കയറ്റം കയറി വലിയാനവട്ടം, ചെറിയാനവട്ടം, പമ്പ, സന്നിധാനം. ഇതാണ് 2-ാം ദിവസത്തെ യാത്ര. പുതുശ്ശേരിയിൽ നിന്നും 13 കിലോമീറ്ററാണ് സന്നിധാനം വരെയുള്ളത്. 13 കിലോമീറ്റർ എന്ന് കേൾക്കുമ്പോൾ നിസ്സാരമായി തോന്നും. എന്നാലും വളരെ റഫായിട്ടുള്ള വഴിയാണ്. തലേദിവസത്തെ യാത്ര പോലെ തന്നെ. ആ 13 കിലോമീറ്റർ ചെന്നിട്ട് സന്നിധാനത്ത് തൊഴുത് പിന്നെ പമ്പ വരെ എത്തുന്നതിന് 6 കിലോമീറ്റർ ഉണ്ട്. 13ഉം 6ഉം 19 കിലോമീറ്റർ. അതാണ് ടോട്ടൽ 2-ാമത്തെ ദിവസത്തെ യാത്രയുടെ ദൂരം. ഞങ്ങൾ പുതുശ്ശേരി രാത്രി വന്ന് ഇവിടെ കിടന്നു. രാവിലെ കുളിച്ചു. ഇനി സന്നിധാനത്തേക്ക് പോവുകയാണ്. ജപം കഴിഞ്ഞു. ആദ്യമായ വയസ്സ് ഞങ്ങളുടെ കൂടെ ഉണ്ട്. ഇവിടെ ഇനിയും കരിമല കയറി പമ്പയിലെത്തി. നല്ല രസമായിരുന്നു കാടിനടുക്കുള്ള താമസം. ഒറ്റ കാര്യമേ ഉള്ളൂ, മൊബൈൽ റേഞ്ച് ഇല്ലാന്നൊരു ഗുണം മാത്രമേ ഉള്ളൂ. ഇവിടെ ഗുണം കൂടുണ്ട്. ഫ്രഷ് ആയിരിക്കും. നല്ല തണുത്ത വെള്ളത്തിൽ കുളിച്ചു. നല്ല രസം. കയറി സന്നിധാനത്തിൽ പോകും. രാവിലെ പുട്ടും കടലേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്. പ്രഭാത ഭക്ഷണം ഞങ്ങളുടെ നല്ല പുട്ടും കടലി. രണ്ട് പുട്ട് നിന്ന് കഴിച്ചാൽ രണ്ട് പുട്ട് ഒറ്റ അടിക്കും. അതെ, ഉണ്ണിച്ചേട്ടൻ പുള്ളി പുട്ടൻ എന്നാണ്. പുട്ടൻ ഉണ്ണിച്ചേട്ടൻ എന്നാണ് പറയുക. പുട്ടൻ ത്രിലോക് ഉണ്ടോ? ത്രിലോക്നാഥ് പുട്ടടി വീരനാ. പുട്ടടി വീരൻ, 8 വീരൻ എന്ന് പറഞ്ഞാൽ പുട്ടടി വീരൻ. തിരുവല്ലയിലെ പുട്ടടി വീരനാ. ഇത് അപ്പച്ചേടാ പോട്ടെ. ഉറക്ക വീരൻ. എവിടെ തിന്നാലും കിടന്നാലും ഉറങ്ങും. വെള്ളത്തിലിട്ടാലും ഉറങ്ങുന്ന. സ്വാമി ശരണം. ഞങ്ങൾ പുതുശ്ശേരിയിൽ നിന്നും യാത്ര തിരിച്ചു. ഇപ്പോൾ സമയം 7:14. വിരിവെച്ച കടയാണ്. ഇനി അടുത്ത പ്രാവശ്യം കാണാം. ഞങ്ങൾ യാത്രയാവുകയാണ്. അട്ടത്തോട് കാട്ടാൻ പോകാന്ന് പറഞ്ഞു. അതെ, അട്ടത്തോടല്ല, ഇത് പുതുശ്ശേരി 6 കേട്ടോ. അത് അവർ ചോദിച്ചു. അല്ലല്ല, ഇത് പുതുശ്ശേരി 6 എന്നാണ് പറഞ്ഞത്. പുതുശ്ശേരി 6. ഇനിയും കരിമല. എല്ലാം ഉരുളം കല്ലുകൾ. പുതുശ്ശേരി 6. നല്ല വെള്ളമാണ്. ഇന്നലെ രാത്രി ഞാൻ ഇവിടെ കുളിച്ചത്. രാത്രിയല്ല, സന്ധ്യയ്ക്ക്. കേട്ടോ, വലിയ അട്ടയാണ്. കാട്ടുജന്തുക്കൾ വരാതിരിക്കാനുള്ള വേലിയ, ഇലക്ട്രിക് വേലി. കരിമല കയറാനുള്ള തുടക്കമാണ്. അവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ടെന്നാണ് തോന്നുന്നത്. ആദ്യമായിട്ടാണെന്നൊന്നും അറിയത്തില്ല. ഇവിടെ ലാറ്ററുണ്ട്, 2 ലാറ്ററുണ്ട് ഇവിടെ. മുകളിലുണ്ട്, പിന്നെ പോകുന്ന വഴിക്കുണ്ട്. സ്വാമി ശരണം.
അടുത്ത കൊല്ലം കാണാം. ഇന്നലെ വൈകിട്ടും ഇന്ന് രാവിലെ ഇവിടെ വന്നാൽ ഞങ്ങൾ പ്രാഥമിക കൃത്യങ്ങൾ. പുതുശ്ശേരി ഭാഗം കഴിഞ്ഞ് ഇനി വനത്തിലേക്ക് കയറുക. ചെറിയൊരു പാതയാണ് കാണുന്നത് വനത്തിലേക്ക്. പുറത്ത് വെച്ചു. ഇപ്പോൾ ഈ വരുന്ന ഈ സമയമൊക്കെ ഈ രാവിലെ ഫ്രഷ് അങ്ങോട്ട് കഴിയുമ്പോൾ മറ്റേ കൈമലത്തെ ചപ്പാത്തി നല്ല വനത്തിൽ കയറി. കരിമലയുടെ തുടക്കമായില്ല. ആയോ? ഇല്ല, കയറ്റം തുടങ്ങിയില്ല. ആണോ? 7 തട്ടാണെന്നാണ് നമ്മുടെ ഗുരുസ്വാമി പറയുന്നത്, ത്രിലോക് നാഥൻ പറയുന്നത്. കയറ്റവും ഇറക്കവുമായിട്ട് 7 തട്ടെന്നൊക്കെയാണ് പറയുന്നത്. അദ്ദേഹം പറയുന്നത് സത്യമാണോ? കരിമല പോകുന്ന വഴിയാണ്. ഇവിടെ ചെക്ക് പോസ്റ്റ് പ്രത്യേകിച്ചൊന്നും. കരിമലയിലേക്ക് കയറുന്ന വഴിയാണ്. കയറ്റവും ഇറക്കവും 7 തട്ടെന്നാണ് നമ്മുടെ ത്രിലോക്നാഥൻ പറയുന്നത്. ശരിയിൽ നിന്ന് കരിമലയ്ക്ക് പോകുന്ന വഴി ചെക്ക് പോസ്റ്റ് ഒന്നുമില്ല. അവിടെ ഒരു വേലി മാത്രമേ ഉള്ളൂ. വേലി അല്ല മറ്റൊന്നുമില്ല. ആനവേലി അത്രയേ ഉള്ളൂ. ഓക്കെ. കാടിൻ്റെ ആ സൗന്ദര്യം കണ്ടിട്ട് കരിമല ഒരു കയറ്റം കയറി, ഇനി അടുത്ത ഇറക്കം. കയറ്റം കയറുക, ഇറങ്ങുക, അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഭൂപ്രകൃതി എന്നാണ് പറയുന്നത്. കാടിൻ്റെ ആ മനോഹാരിതയും നിശബ്ദതയും. കാട്ടിനുള്ളിൽ ഒരു ഭീമാകാരനായ മരം പിഴുതു കിടക്കണുണ്ടോ? വർഷങ്ങളായി. ചതിക്കിച്ചല്ല. ഒരാഞ്ഞിലി കാണിക്കാം. ഒരാഞ്ഞിലി, വലിയ ആഞ്ഞിലി കണ്ടോ, നേരെ പോയേക്കുക. കണ്ടോ, വേരയല്ല ഇങ്ങനെ കിളന്ന് നിൽക്കുന്നത്. അത് താഴേന്ന് വന്നിട്ട് മൂടിവിടാ. പിന്നെ വേരയിൽ ഇങ്ങനെ നിൽക്കുക. കൈ കുത്തി നമ്മൾ നിൽക്കത്തില്ല, അതുപോലെ. അതിൻ്റെ യഥാർത്ഥ സാധാരണ വൃക്ഷങ്ങളുടെയൊക്കെ ഈ ഭൂമിക്കടിയിലുള്ള മൂട് വരുന്ന ഇവിടെ. പക്ഷേ ഇത് തായ് വേര് കണ്ടോ, സൈഡ് വേരും എല്ലാം വേരെ കുത്തി കളന്ന് നിൽക്കുക. അതെ, ഫിംഗർ പുഷപ്പ് ചെയ്യുന്ന പോലെ ഇല്ലേ? ഒരു കാട്ടരുവി കണ്ടോ, ഒരു ശുദ്ധമായ കാട്ടരുവി. നമുക്ക് വെള്ളം വേണേൽ കുടിക്കാം, കുളിക്കാം. ഈ പണ്ടൊക്കെ വരുമ്പോഴേ കടയിലുണ്ട്, ഇവിടുത്തെയൊക്കെ വെള്ളം എടുത്ത് കുടിച്ചിട്ടുണ്ട്.
ഇനിയും പമ്പയ്ക്ക് 8 കിലോമീറ്റർ. ഇതേ സ്ഥലം കരിമല. കരിമല ആയില്ല. ആണോ? കരിമല ടോപ്പ് 4 കിലോമീറ്റർ. ഇപ്പോൾ സമയം 8:42, സോറി 7:42. ഈ സ്ഥലത്തിൻ്റെ പേരെന്താ? കരിലാംതോട്. ഇതാ കരിമല അടിമരം. ഇവിടെ നിന്നാണ് കരിമല കയറ്റം തുടങ്ങുന്നത്. കടയുടെ ഫോട്ടോ. എന്താ ചേട്ടൻ്റെ പേരെന്താ? ബിബിൻ. എവിടാ വീട്? പമ്പാവാലി. ബിബിൻ്റെ കടയാണ്. കരിലാംതോട്. കരിലാംതോട് ഇവിടെ എത്തി. സമയം 7:43. ഇനിയാണ് കരിമല കയറ്റം ആരംഭിക്കുക. ഞാൻ ചാനലുണ്ട്, യൂട്യൂബർ. അഡ്വക്കേറ്റ് KJ മനു എന്നാണ് എൻ്റെ പേര്. KJ മനു അഡ്വക്കേറ്റ് അടിച്ചു കൊടുത്താൽ എൻ്റെ ചാനൽ കാണും. പേരെന്താ? രാജു. പിന്നെ എവിടെയാ വീട്? ഇതെല്ലാം ചുംബിക്കൊണ്ട് വരും അല്ലയോ? എല്ലാ സാധനം ചുംബിക്കൊണ്ടിരുന്നു. വെള്ളവും വറവ് ഒഴിച്ച് ബാക്കി എല്ലാ സാധനം ചുംബിക്കൊണ്ടിരുന്നു. എവിടുന്ന? മുക്കുഴിന്ന്. ശരി. എങ്ങനെയാ ഈ ചുമ്മുന്നതിന് ചാർജ്? എങ്ങനെയാ? ഒരു 35 കിലോ എടുക്കുന്ന 1000 രൂപ അവിടെ ചുമട്ടും. ഭക്ഷണം കൊടുക്കും. 35 കിലോ എടുക്കുന്ന 1000 രൂപ ഭക്ഷണം ഉണ്ട്. ഭക്ഷണം കൊടുക്കും. ശരി. അങ്ങനെ പോകുന്നു. സീസൺ വരുമ്പോൾ ചിലപ്പോൾ ഇച്ചിരി കൂടുതൽ കൊടുക്കുന്നുണ്ട്. നോക്കാൻ ആൾ കുറവായിരിക്കും. ശരി. ഇന്നലെ എവിടെ വരി വെച്ചത്? ഇന്നലെ ഇവിടെ പുതുശ്ശേരി. അതിനപ്പുറം പുതുശ്ശേരി. ഇത് കാരണം ഇവിടുന്ന് കരിമലക്കയറ്റം തുടങ്ങും. വേണം ഇവിടെ വന്ന് പിരിയോ? അല്ലയോ? വിരി എല്ലായിടത്തും വെക്കാം. ചില 1000 പേർക്ക് കിടക്കത്തൊക്കെ വിരിയാ. അതല്ലേ? ഇവിടെ വൈകിട്ട് കഞ്ഞിയെല്ലാം ഉണ്ട്. കുളിക്കുന്ന അവിടെ കുളിക്കാം. അവിടെ കുളിക്കാം. ഇവിടെ ആനയൊക്കെ ഇറങ്ങും. ഇവിടെ നമുക്ക് പരിചയം കണ്ടോ? ആനയൊന്നും പിടിക്കാം. ഇവിടെ കുളിക്കാം. ബാത്റൂം കുളിയുണ്ട്. ശരി. 10 ദിവസത്തെ കുളിമുറി എല്ലാം. ശരി. അടുത്ത പ്രാവശ്യം ഇവിടെ വരാം. ആയിക്കോട്ടെ. ശരി. അങ്ങനെ കരിമല കയറ്റം തുടങ്ങാണ്. ഇതുവരെ കരിലാംതോടാണ് അടിവാരം. ഇവിടെ 7:44, രാവിലെ 7:44 ഇനി ഇവിടുന്ന് കയറുകയാണ്. പതുക്കെ ഞാൻ കയറും. വീഡിയോ ഒക്കെ പിടിച്ച് കാടുമൊക്കെ കണ്ട് നന്നായി ആസ്വദിച്ച് കയറും. കരിമല ടോപ്പ് വരെ 4 കിലോമീറ്റർ ഉണ്ട്. 4 കിലോമീറ്റർ കരിലാംതോട്ടിൽ നിന്ന്. കരിമല കയറ്റം 7 തട്ടുകളായിട്ടാണ്. മലഞ്ചെരുവിക്കുള്ള നടത്തമാണ്. ചരിവിലിങ്ങനെ ചാഞ്ഞ് കരിമല കയറുന്നതിൻ്റെ ഇടയ്ക്കുള്ള ഒരു കടയാണ്. കരിമല കയറ്റത്തിന് ഇടയിലുള്ള സ്ഥലം. ഇതിന് പ്രത്യേക സ്ഥലമുണ്ട്, സ്ഥലപ്പേരുണ്ടോ? കരിമല 2-ാം തട്ട്. അങ്ങനെ 7 തട്ടില്ലേ? എത്ര? അങ്ങനെ 7 തട്ടുണ്ട്. 8 മണിയായപ്പോൾ കരിമല 2-ാം തട്ടിലെത്തി. രാവിലെ 8 മണി. കരിമല കയറ്റം 7 തട്ടാണ്. ഇപ്പം 2 തട്ട് കഴിഞ്ഞു. ഇനി 5 തട്ടും കൂടെ ഉണ്ട്. 2-ാം തട്ടെന്ന് പറഞ്ഞാൽ അത് സമനിരപ്പാണ്. പിന്നെ കയറ്റം, പിന്നെ സമനിരപ്പ്, അങ്ങനെയൊക്കെ ഓരോ തട്ടുകൾ. ഇത് കരിമല 3-ാം തട്ട്. ഇനിയും 4 തട്ടും കൂടെ ഉണ്ട്. ഇവിടെയൊക്കെ കട വെക്കുന്നതേ ഉള്ളൂ. ഇത് 3-ാം തട്ട്. കുറച്ച് മുമ്പ് കാണിച്ചത് 3-ാം തട്ടല്ല, അത് അവർ വെറുതെ പറഞ്ഞ 3-ാം തട്ട്. ഇപ്പോൾ സമയം 8:17.
ഈ സ്വാമിയാരെല്ലാം ക്ഷീണിച്ചു പോയി. ഞങ്ങൾ ക്ഷീണിച്ചു സ്വാമി. വക്കീൽ സ്വാമി കരിമലയുടെ 3-ാം തട്ടിലെത്തി വിശ്രമിച്ച് നിൽക്കുന്ന സമയമാണ്. ഞങ്ങൾ ഇന്നലെ ഞാൻ, അജീഷ്, ത്രിലോക്നാഥ്, ഉണ്ണിച്ചേട്ടൻ ഞങ്ങൾ എരുമേലിയിൽ നടന്ന് ഇന്നലെ പുതുശ്ശേരി വന്ന് തങ്ങി. ഇപ്പോൾ പുതുശ്ശേരിയിൽ നിന്ന് കരിമല 3-ാം തട്ടിലെത്തി. ഇനി കരിമല കയറ്റം കയറി 4 കിലോമീറ്ററാണ് താഴെ നിന്ന്. കരിമല കയറ്റം കയറി അത് കഴിഞ്ഞ് ചെറിയാനവട്ടം, വലിയാനവട്ടം, പിന്നെ പമ്പ, പിന്നെ സന്നിധാനം. ഇതാണ് മൊത്തം 46 കിലോമീറ്ററാണ് നടപ്പ് എരുമേലിയിൽ നിന്ന്. സ്വാമി ശരണം. നല്ല യാത്രയാണ്, വനത്തിലൂടെയുള്ള യാത്ര. ശുദ്ധമായ വായു ശ്വസിച്ച്, പ്രത്യേകിച്ച് മൊബൈലിൻ്റെ ശല്യമില്ലാതെ, യാതൊരു പ്രശ്നവുമില്ലാതുള്ള യാത്ര. ഒരു ധ്യാനത്തിൻ്റെ അവസ്ഥയിലാണ്. നല്ല സന്തോഷം, സമാധാനം. അയ്യപ്പനെ കണ്ടിട്ട് മടങ്ങി വരാം. ഇപ്പോൾ കരിമല 3-ാം തട്ട് ഇവിടെ കടയൊക്കെ തുടങ്ങുന്നേ ഉള്ളൂ. ഇനി സീസൺ മകരവിളക്ക് വരെ നല്ല തിരക്കായിരിക്കും. സ്വാമി ശരണം. ഞങ്ങൾ 3-ാം തട്ടിൽ നിന്ന് തിരിക്കുക. ഏഴാം തട്ടിലേക്ക് ഉള്ള പോക്ക. ഇപ്പോൾ സമയം 9:13. കരിമല 7-ാം തട്ടിലേക്ക് പോകുന്ന ഇനി കരിമല 7-ാം തട്ടാണ്. 6 തട്ട് കഴിഞ്ഞിട്ട് ഒരു ഇറക്കം കഴിഞ്ഞ് ഒരു സമനിരപ്പ് കഴിഞ്ഞ് പിന്നെ കയറ്റം. അതായിരിക്കും 7-ാം തട്ട്. ഞാൻ ആദ്യമായിട്ട് വരുന്നതുകൊണ്ട് സംഗതിയൊന്നും അറിയത്തില്ല. ഒറ്റ മനുഷ്യരില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. കരിമല 7-ാം തട്ടിലേക്കുള്ള കയറ്റമാണ്. നല്ല സുന്ദരമായ സ്ഥലമാണ്. ഏതൊക്കെയാണ് സുന്ദരമല്ല എന്നുള്ളത് ചോദിച്ചാൽ മതി. എല്ലാം സുന്ദരമാണ്. ഇതൊക്കെ കാണുക എന്നുള്ളൊരു ഭാഗ്യമാണ്. അങ്ങനെ കരിമല 7-ാം തട്ട്. അതൊരു മേപ്പോട്ടാ അല്ലയോ? ഇതിലേക്ക് കരിമല 7-ാം തട്ടിലേക്ക് കയറുക. ഇനിയും ഇവിടം കയറി കഴിഞ്ഞാൽ പിന്നെ ഇറക്കം. വലിയാനവട്ടം, ചെറിയാനവട്ടം, പമ്പ. വിശ്രമിക്കുകയാണ് സമയം. ഞങ്ങളെ വിശ്രമം. ഇത് മറ്റേ സമയം എന്ത്? ഇതിന്റെ വീഡിയോ അങ്ങ് വരും കേട്ടോ. ഇതാണ് കരിമല ടോപ്പ്. കുടിക്കാം. കരിമല. പേരെന്താ? എവിടെ വീട്? പത്തനംതിട്ട. എവിടെ? അല്ലല്ല, കിണർ. ഇതിൻ്റെ കരിമല ടോപ്പിലൊരു കിണറുണ്ട്. വറ്റാത്ത കിണർ. വറ്റാത്ത കിണർ അല്ലയോ? കണ്ട
കിണർ കണ്ടോ, കിണർ. എപ്പോഴും വെള്ളമുള്ള കണ്ടോ, ഇല്ലേ? പറ്റത്തില്ലേ? കണ്ടോ അവിടെ കൊണ്ടോ കോരുന്നുണ്ടല്ലോ. ഇത് കിണറാണ്. അത് പഴയ കളർ അല്ലേ? പണ്ട് ഇതൊന്നും ഇല്ലായിരുന്നു ഇല്ലേ? ഇറങ്ങി വെള്ളം കണ്ടോ, വെള്ളം ഊറി വീഴുക, കീപ്പോട്ട് പോവുക അല്ലേ? ഇല്ലേ? വെള്ളം ഊറി വീഴുന്നില്ലേ? തൊലിച്ച് കീപ്പോട്ട് പോവാ അല്ലേ? അതുകൊണ്ട് അല്ല കുറേ വെള്ളം അല്ല ഇവിടെ കിടക്കുന്നില്ല. വേണ്ട ഇലയൊന്നും കുഴപ്പമൊന്നുമില്ല. ഇവിടെ നിന്നാണ് കുടിവെള്ളം, ഉഗ്രം വെള്ളമാണ് ഉണ്ടാക്കിയ കിണറ. ഹലോ, മറ്റേത് പഴയ കിണർ അല്ലേ? ഹലോ, ഓസ് വെച്ച് പിടിക്കും കീപ്പോട്ട് അല്ലേ? ഭഗവാൻ ഇവിടെ വന്ന് ദാഹിച്ചപ്പോഴത്തേക്ക് 50 മിനിറ്റ് കൊണ്ട് മാത്രം കുടിച്ച കിണറത്. കൊച്ചി കിണർ, മണിക്കിണർ. മണിക്കിണർ എന്ന് തന്നെ പറയുന്നത്. മണിക്കിണർ അതിന് എപ്പോഴും ഉറയുണ്ട്. എപ്പോഴും ഉറയുണ്ട്. ഉണക്കാലത്തുണ്ട്. ഉണക്കാലത്തുണ്ട്. എപ്പോൾ പറ്റത്തില്ല. മണിക്കിണർ. മണിക്കിണർ. ശരി. നമ്മുടെ പേരെന്താ? എൻ്റെ പേര് തങ്കപ്പൻ. വീട് പമ്പാരി മൂലക്കെ. പമ്പാരി. നിങ്ങളുടെ കടയുടെ പേരെന്താ? കരിമല ശ്രീ അയ്യപ്പൻ. ഇവിടെ കരിമല ടോപ്പിൽ ഒരു കടയുണ്ട്. പത്തനംതിട്ടക്കാരൊക്കെയാണ്. നമ്പരാ 15-ാം നമ്പർ. നിങ്ങൾ എപ്പോഴാണ് ഇവിടെ സീസണിലെല്ലാം വന്നല്ലേ? തുടങ്ങിയത്. ശരി. കിടന്നുറങ്ങുന്ന സ്വാമി 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 എവിടെ വീണാലും ഉറക്കം. നീലിമലയിൽ കരിമലയിൽ കിടന്നുറങ്ങുന്നത്. ഇനിയും പമ്പ. പമ്പ എത്ര ദൂരമുണ്ട് സ്വാമി? 5 കിലോമീറ്റർ. 2 മണിക്കൂർ എടുക്കും അല്ലേ? 1 മണിക്കൂർ അത്രേ ഉള്ളൂ. എന്നിട്ട് ഞങ്ങൾ 1.5 മണിക്കൂർ എടുക്കും. ഇപ്പോൾ 9:58. കരിമലയിൽ നിന്ന് പമ്പയ്ക്ക് 5 കിലോമീറ്റർ ഉണ്ടെന്നാണ് ഇവിടെ പറഞ്ഞത്. ഇനി പമ്പ. ഇപ്പോൾ 10:07 ഇറക്കം തുടങ്ങുകയാണ്. കരിമലയിൽ നിന്നുള്ള ഇറക്കം. ഇങ്ങനെ നല്ല ഇറക്കം. എത്രമാത്രം കയറിയോ ഒരു കയറ്റത്തിനൊരു ഇറക്കം ഉണ്ടെന്ന് ഇപ്പം മനസ്സിലാവും. എന്താ വീഡിയോ?
ഇതിലേക്ക് സാധനങ്ങൾ ചുമ്മിക്കൊണ്ടുവന്ന തൊഴിലാളികളാണ്. ഭീമാകാരനായ കാട്ടുചിലന്തി ജിജിൻ ജിഞ്ചിങ്. കണ്ടോ, ഭീമാകാരനായ കാട്ടുചിലന്തിയാ. നിശ്ചലമായിരിക്കും. ഇതുണ്ടോ, ഓ അവിടെ കൊണ്ടുപോയിട്ട് നോക്ക. ആ അതേന്ന് അവൻ്റെ എഫേർട്ട്. അവൻ ഇങ്ങനെ ഇരിക്കും ഏതെങ്കിലും വന്ന് വീഴുന്നിടം വരെ. ഇതെങ്ങനെ തൊണ്ട ഇതാക്കി ഇരുന്ന് അഴുകി? ഓ അത് ശരി. ഇത് കത്തിച്ച് കളയാൻ വേണ്ടിയാണ് ഇങ്ങനെ ആക്കുന്നത്. കത്തിച്ച് കളയാൻ വേണ്ടി ഇങ്ങനെ ആക്കും. ഇങ്ങനെ ആക്കുന്നു. വല്യാനവട്ടം കഴിഞ്ഞാൽ ചെറിയാനവട്ടം. ഇറക്കം കഴിഞ്ഞു, ഇനി നിരപ്പ. ഇനി വലിയാനവട്ടം ഇല്ലയോ? ഇനി വലിയാനവട്ടം, ചെറിയാനവട്ടം, പമ്പ. കരിമലക്കയറ്റം ഇറങ്ങിക്കഴിഞ്ഞാൽ 11:15 11:15 കരിമലക്കയറ്റം ഇറങ്ങി. പമ്പ 2 കിലോമീറ്റർ. പമ്പ 2 കിലോമീറ്റർ. ഇപ്പോൾ സമയം 11:20. ഞങ്ങൾ പമ്പയുടെ തീരത്തുകൂടാണ് പോകുന്നത്. ഇനി മലയാളവട്ടം അല്ലേ സമി? ഇല്ലേ സമി? ഈ തിരുവാഭരണം പറഞ്ഞാൽ അതുവഴി അല്ലേ? ആ അജീഷേ, തിരുവാഭരണം പറഞ്ഞാൽ അതുവഴി. ആ ഓ അവിടെ ക്രോസ് ചെയ്യും. ആ മനസ്സിലായി ഇപ്പം മനസ്സിലായി. തിരുവാഭരണം വരുന്നത് അങ്ങേക്കരയിലൂടെ. അവിടെ വന്ന് ക്രോസ് ചെയ്ത് വലിയാനവട്ടത്തെത്തും. ഞങ്ങൾ ഇങ്ങേക്കരയിലൂടെ അത് അട്ടത്തോട് വഴിയാണ് അതുവഴി വരുന്നത്. ഇത് എരുമേലി വഴി ഇങ്ങേക്കരയിൽ കൂടെ വലിയാനവട്ടത്തെത്തും. വലിയാനവട്ടത്താവളം. വലിയാനവട്ടം താവളം. ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഇതുവഴി വന്നത് അല്ലേ? ആ അതുവഴി വന്നു. ഇതുവഴി വന്നത് അങ്ങനെ. ഇങ്ങനെയും കയറല്ലോ ആറ്റിക്കൂടെ. ഇങ്ങനെയും കയറല്ലോ. ആ ഉണ്ടോ? ഓ ആ സമയത്ത് എന്തോ തിരക്കായിരിക്കും ഇവിടുന്ന്.
അപ്പുറത്തൂടാ. തോടിനപ്പുറത്ത് തിരുവാഭരണം വന്ന് കയറുന്ന ഇവിടെ ആയിട്ടാണ്. എന്നിട്ട് ഇങ്ങനെയാണ് നീലിമല സൈഡിൽ കൂടെ കയറുന്നത്. ഉണ്ടോ? ഇവിടെ എല്ലാം ഷെഡുകളുണ്ടാക്കുക. ഇത് തമിഴ്നാട്ടുകാർ ഈ തിരുവാഭരണ സമയത്തേക്ക്, അതായത് മകരത്തിലേക്ക് ഇവിടെ മുഴുവൻ ആൾക്കാരായിരിക്കും. മലയാളികളുണ്ട്. എന്തുവാ ഇവിടെ വന്ന് ഷെഡ് അടിക്കുന്നത്? അല്ല, അതല്ല താമസിക്കുന്നത് ആ കയറ്റം വേണ്ട ഇവിടെ. സീസൺ അതായത് മകരവിളക്ക് സമയത്ത് ഭയങ്കര തിരക്കായിരിക്കും ഇവിടെ. ഇവിടെ എല്ലാം ആൾക്കാരിങ്ങനെ ഞാപിക്കുന്ന സ്ഥലമാണ്. ഭയങ്കര ദുർഗന്ധവും ഒക്കെയാണ്. ചെറിയാനവട്ടം. പമ്പ 500 മീറ്റർ. ഞങ്ങൾ 11:51 ചെറിയാനവട്ടത്തെത്തി. വേസ്റ്റൊക്കെ സംസ്കരിക്കുന്ന സ്ഥലമാണ്. വേസ്റ്റുകൾ ഇത് പമ്പയിൽ നിന്ന് കോരുന്ന, പമ്പയിൽ കൊണ്ടുപോയി സ്വാമിയാരുണ്ട് മലിനമാക്കുന്ന തുണികളാണ്. പമ്പയിലിട്ടാലേ അതിൻ്റെ പുണ്യം കിട്ടുമെന്ന, പക്ഷെ അത് പമ്പ വൃത്തികേടാവുകയുള്ളൂ. ആ തുണികളാണ്. ആ മലയാണ്, അങ്ങോട്ടാണ് ശബരിമലയ്ക്ക് പോകുന്നത്, സന്നിധാനത്തിലേക്ക് പോകുന്നത്. ഇത് തിരുവാഭരണം വരുന്ന വഴിയിലാണ്. വരുന്നിട്ട് ഇടത്തോട്ട് ലെഫ്റ്റിലേക്ക് പോകുന്നത് തിരുവാഭരണ പാത ഇങ്ങനെ പോയാണ് നീലിമല കയറ്റം ഇങ്ങനെ കയറുന്നത്. നമ്മൾ പമ്പയ്ക്ക് പോകുന്നത് റൈറ്റിലോട്ടില്ല. പമ്പയിൽ ചെന്നിട്ട് ഇങ്ങനെ നീലിമല ഇങ്ങനെ കയറുന്നു. എന്നിട്ട് സന്നിധാനത്തിലേക്ക് പോകുന്നു. പമ്പയിലേക്ക് ഇനിയും പോകണം. അല്ല, ഈ ഭാഗത്തൊന്നും നമ്മൾ വന്നിട്ടില്ല. ഇനിയും പമ്പയിലേക്കാണ്. ഓ 86 കിലോ ഉണ്ട്. 100 കിലോ നമ്മൾ പമ്പയിലേക്കില്ല ഇല്ലേ? പമ്പയിൽ എവിടാ ചെല്ലുന്നേ? ഓ നടക്കാറല്ലോ അല്ലേ? നോക്കാം. അതിനെ 12 ആയതേ ഉള്ളൂ. 12:45 എന്നാ സമയം. അല്ലെങ്കിൽ ഇവിടെ വഴിയായിപ്പോ 2 മണിക്കൂർ അവിടെ വാങ്ങിക്കൊടുത്ത്. ഈ ഭാഗത്തോട്ട് വന്നിട്ടില്ല. സ്വാമിമാരെ ഇടത്തോട്ട് അവിടെ നിന്ന് കയറുന്നു. അവിടെ നിന്ന് മേലോട്ട് പോകും. ഞങ്ങൾ ഇവിടുന്ന് ഇടത്തോട്ട് പോവാം. ഞങ്ങൾ ഇതിലേക്ക് പോകും. റോഡിലേക്ക് ഇട്ടിട്ടുന്നത് മേളിൽ വേണം അപ്പുറത്ത്. ഓ കെട്ടിട്ട് നിങ്ങളല്ലയോ? ഇത് തന്നെ ഇതിലെ കയറിയാൽ നിങ്ങൾ വലത്തോട്ട് വരണം. അതാണ് നല്ലത്. ഇതിൽ കയറിയപ്പോൾ പാസനെങ്കിൽ ഇതിന്റെ പ്രശ്നം വരില്ല. ഞങ്ങൾ പമ്പ ഗണപതി അമ്പലത്തിൻ്റെ അവിടെ എത്തി. സമയം 12:10. പതുക്കെ അല്ലെങ്കിൽ പിന്നെ കഴിച്ച് പിന്നെ വണ്ടിയിൽ പോയിട്ട് അങ്ങനെ പോകുന്ന വഴിക്ക് അവിടെ നിന്ന് കഴിക്കും.